ഹലോ ഹലോ സർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? നമുക്ക് തുടങ്ങാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ, ആൻസർ അതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോവാ അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, he dashed Nancy and her asked her if she would go to the dance with him. And the answer പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ. എന്തായാലും പറയാത്തെ? ഹലോ, എന്തെങ്കിലും റാങ്ക് അപ്പ് കറക്റ്റ്. റാങ്ക് സെക്കൻഡ് വൺ തെറ്റിക്കോട്ടെ, എന്നാലും പറഞ്ഞോളൂ കേട്ടോ. എന്തുകൊണ്ടാണ് തെറ്റിയത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ നമ്മളിപ്പോ വലിയൊരു സ്റ്റുഡന്റ് ആ ഒരു രൂപത്തിലല്ല. നമുക്കിത് കാര്യം ഡിസ്കസ് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മാർക്ക് കറക്റ്റ് ആയിരിക്കും, നിങ്ങൾ എഴുതിയതിനനുസരിച്ച് മാർക്ക് ഉണ്ടാവും കേട്ടോ. രണ്ടാമത്തത്, ദ ബിൽഡിംഗ് വാസ് വെരി ഓൾഡ് സോ ദേ ഹാഡ് ടു ഡാഷ് ഇറ്റ്. എന്താ നിങ്ങൾ എഴുതിയത് പറഞ്ഞോളൂ. ഗിവ് അപ്പ് അല്ല, ടിയർ ഇറ്റ് ഡൗൺ. ടിയർ ഇറ്റ് ഡൗൺ. ടിയർ എന്നല്ല, ടയർ ഇറ്റ് ഡൗൺ എന്നാണ് പറയേണ്ടത്. ടയർ ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞാല് പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഓൾഡ് ബിൽഡിംഗ് അല്ലേ. മൂന്നാമത്തത്, ദ പോലീസ് ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ ഹിം എവറി സിൻസ് ഹി ഡാഷ് ഓഫ് ദ പ്രിസൺ. എന്താ? broke out. Correct, broke out. നാലാമത്തത്, we left an hour earlier but we drove so fast that we were able to dash with him. എന്താ? catch up ആണോ? Yes, catch up with him. ചിലപ്പോ രണ്ട് വിത്തില്ലേ? catch up with എന്നല്ലേ നമുക്ക് ബ്രാക്കറ്റ് തന്നിരിക്കുന്നേ? അതെ, അതന്നെയാണ് ആൻസർ. catch up with. ഇവിടെ ഒരു എക്സ്ട്രാ വിത്ത് ഉണ്ട് ചോദിച്ചു. അതെ, catch up with. catch up എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ? അല്ല, വിത്ത് ഉണ്ട്. catch up with him. അടുത്തത് അഞ്ചാമത്തത്, I have been trying to dash smoking but I simply can't do it. give up എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ളത് അർത്ഥം. അത് catch up with him എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടെ എത്തുക എന്നുള്ള, കൂടെ പോവുക, കൂടെ എത്തുക എന്നുള്ളതാണ് കേട്ടോ. അതേപോലെ നമ്മളും എത്തുക. ആറാമത്തത്, Timmy never dash anything, he just leaves it on the floor. ഏതാ പറഞ്ഞത്? ഡ്രോപ്പ് ഓഫ് ആണോ? ഡ്രോപ്പ് ഓഫ് അല്ല, ഹാങ് അപ്പ്. ഏഴാമത്തെ അല്ലേ? അല്ല, ആറാമത്തെ അല്ലേ? ആറാമത്തത് ഹാങ് അപ്പ്. എന്താ ഹാങ് അപ്പ്? തൂക്കിയിടുക, മാറ്റി വെക്കുക, താഴെ വെക്കുക, തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അർത്ഥമാണ് ഹാങ് അപ്പ് എന്നുള്ളത്. ഇവിടെ ടിമ്മി നെവർ ഹാങ് അപ്പ് എനിത്തിങ്, ഹി ജസ്റ്റ് ലീവ്സ് ഇറ്റ് ഓൺ ദ ഫ്ലോർ. ഓക്കെ, തൂക്കിയിടാറില്ല, ഒന്നും തൂക്കിയിടാറില്ല, അത് ഫ്ലോറിൽ വെക്കാറുള്ളത് അല്ലേ. മരിയ ഡാഷ് ദ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് ഗേവ് ഇറ്റ് ടു ദ സെക്രട്ടറി. ഏതാ? ഈസി ആണല്ലോ. ഫിൽ ഇൻ അല്ലേ? ഫിൽഡ് ആണോ സർ? പാസ്റ്റ്. അതെ. പിന്നെ എട്ടാമത്തത്, ദ പ്രസിഡന്റ് ഹാസ് ഡിസൈഡഡ് ടു ഡാഷ് ഹിസ് പീസ് പ്ലാൻ. എന്താ? ഗോ അഹെഡ് വിത്ത്. യെസ്, കറക്റ്റ്. ഗോ അഹെഡ് വിത്ത്. ഗോ അഹെഡ് വിത്ത് എന്ന് പറഞ്ഞാൽ അപ്രൂവ് എന്നുള്ള ഒരു മീനിങ്. ഓക്കെ, അപ്രൂവ്. അപ്പൊ ഇത് പീസ് പ്ലാൻ എന്ന് പറഞ്ഞല്ലോ, സമാധാനപരമായിട്ടുള്ള ഒരു ഉദ്ദേശമാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് അപ്രൂവ് ചെയ്തത്. You are acting like a child. When will you dash?
എന്താ grow, ഗ്രോ അപ്പ് ഈസി ആണ്. പത്താമത്തത് the teacher dashed the text books to the class. handed out, handed out എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള ഒരു മീനിങ് ഉണ്ട്. handed out നൽകുക, give. 11 I wouldn't be surprised if the company dashed my electricity. I haven't paid the bills for 3 months. cut off, correct ആണ്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ചെയ്യണമെങ്കിൽ പറയണേ, ഏതെങ്കിലും കിട്ടാത്ത. 12ാമത്തത് can you dash me dash at the train station on your way back. drop me off. can you ആയതുകൊണ്ട് നമുക്ക് ഡ്രോപ്ഡ് എന്ന് പറയാൻ പാടില്ല, ഡ്രോപ്പ് എന്നേ പറയാൻ പാടുള്ളൂ. കാരണം ഈ മോഡൽ ഓക്സിലറീസിന്റെ കൂടെ സിമ്പിൾ, അതായത് V1 മാത്രമേ ഉപയോഗിക്കൂ. അടുത്തത് complete each sentence using the subordinating conjunction from the parenthesis. നമ്മൾ ഉപയോഗിക്കേണ്ടത് subordinating conjunction ആണ്. ഏതാണെന്ന് നോക്കാം. 13ാമത്തത് I visit Grand Canyon dash I go to Arizona. എന്താ? whenever correct ആണ്. കാരണം ഞാൻ അരിസോണ, ഈ സ്ഥലത്തെ സൂചിപ്പിക്കാൻ, ടൈമിനെ സൂചിപ്പിക്കാൻ whenever ഉപയോഗിക്കുന്നു, സ്ഥലത്തെ സൂചിപ്പിക്കാൻ wherever ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ where ഉപയോഗിക്കുന്നു. ഓക്കെ, പിന്നെ യെസ്. അപ്പൊ ആ ഒരു കാര്യം ആലോചിക്കുക. പ്ലേസ് പിന്നെ എന്താണ് കാന്യൻ, ഐ വിസിറ്റ് ദ ഗ്രാൻഡ് കാന്യൻ ഡാഷ് ഐ ഗോ ടു അരിസോണ എന്ന് പറയുമ്പോൾ ഞാൻ അരിസോണയിലേക്ക് പോകുന്ന സമയത്ത് എന്നാണ് ഉദ്ദേശം. അതുകൊണ്ട് ആ സമയത്തെ സൂചിപ്പിക്കുന്നത് whenever ആണ്. 14 this is the place dash we stayed last time we visited. where കാരണം സ്ഥലത്തെ പ്ലേസ്, അവ സ്ഥലത്തെ സൂചിപ്പിക്കാൻ where. dash you win first place you will receive a prize. if correct. if you wouldn't pass the test dash you unless you study. പഠിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ ഒരു എന്ന ഒരു മീനിങ് ആണ് അൺലെസ്സിനുള്ളത് കേട്ടോ. ഓക്കെ, if എന്ന് പറഞ്ഞാൽ എങ്കിൽ, when എന്ന് പറഞ്ഞാല് അപ്പോൾ. ഓക്കെ, നിങ്ങള് പിന്നെ സൗണ്ട് പറയുന്ന സമയത്ത് മാത്രം ആൻസർ പറയുന്ന സമയത്ത് മാത്രം കേട്ടോ. 17 I could not get a seat dash I came early. though I came early. അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. 15 അൺലെസ് ആണോ? if ആണ്. നിങ്ങൾ ഫസ്റ്റ് പ്ലേസ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പ്രൈസ് കിട്ടും. 16 you wouldn't pass the test unless you study. 17 unless I could not get a seat dash I came early. though I came early. We are leaving Wednesday or not it rains. whether or not. അല്ലെങ്കിലും അല്ലേ, ആണെങ്കിലും അല്ലെങ്കിലും എന്നുള്ള ഒരു മീനിങ് ആണ് വെദർ. pay attention to your work dash you will not make mistakes. so that എന്നുള്ള ഒരു മീനിങ് ആണ്. അടുത്തത് the musicians delivered a rousing performance dash they had rehearsed often. once ആണ് sir. as they had the musicians delivered a rousing performance as they had rehearsed often. അതായത് അവർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കാരണം എന്നുള്ള ബിക്കോസ് എന്നുള്ള മീനിങ് ആണ് ഇവിടെ ആസ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? അവര് റിഹേഴ്സ് ചെയ്തു എന്നുള്ളത്. 21 ഞാൻ കണക്ഷൻ 18th സർ 18th വെദർ ആണോ? whether or not it വെദർ ആണോ? yes whether 19th so that so that 20th though 21st
She is honest dash everyone trust her. So ആണ് ആൻസർ. 20 എന്താണ് പറഞ്ഞോളൂ. ഇഫും വെതറും ശരിക്കും എന്താ ഡിഫറൻസ് വരുന്നത്? ഇഫും വെതർ ഒരു വ്യത്യാസമില്ല. അപ്പൊ അവിടെ ഇഫ് കൊടുത്താ ശരിയാവോ? ഇഫിന്റെ കൂടെ നോട്ട് ചേർക്കൂല, വെതറിന്റെ കൂടെയാണ് നോട്ട് ചേർക്കുക. ആ ഒരു വ്യത്യാസം. അടുത്തത് നോക്കണേ. പിന്നെ റൈറ്റ് ദിസ് ഡൗൺ ഡാഷ് യു ഫോർഗെറ്റ്. ലെസ്റ്റ് ആണോ? ലെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അല്ലാത്ത പക്ഷം. ലെസ്റ്റിന്റെ കൂടെ സാധാരണ ഷുഡ് വരാറുണ്ട്. എന്നാലും ഇവിടെ മീനിങ് നോക്കുന്ന സമയത്ത് ഇവിടെ ലെസ്റ്റ് യു ഷുഡ് ഫോർഗെറ്റ് എന്നുള്ളത് കറക്റ്റ് ആയി. പക്ഷെ മീനിങ് വരുന്ന സമയത്ത് ഇവിടെ ലെസ്റ്റ് ആണ് ചേരുന്നത്. റൈറ്റ് ദിസ് ഡൗൺ ലെസ്റ്റ് യു ഫോർഗെറ്റ്. യു ഷുഡ് ഫോർഗെറ്റ് എന്നാണ് നിങ്ങൾ പറഞ്ഞ പോലെ യു ഷുഡ് ഫോർഗെറ്റ് എന്നാണ് വേണ്ടത്. പക്ഷെ ഈ ക്വസ്റ്റ്യനില് നമ്മള് മറ്റൊന്നും ചേരൂല, ലെസ്റ്റ് ആണ് ചേരുക കേട്ടോ. ശരിക്ക് ഇതിന്റെ ഷുഡ് വന്നില്ലെങ്കിൽ നമുക്ക് ലെസ്റ്റ് ഉപയോഗിക്കാം. ഷുഡ് വന്നിട്ടില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ കറക്റ്റ് യൂസേജ് ഷുഡ് വേണമെന്നാണ്. ലെസ്റ്റ് വന്നാൽ ഷുഡ് വേണമെന്നാണ് അതിന്റെ കറക്റ്റ് യൂസേജ് കേട്ടോ. ഓക്കെ, ഏതായാലും വേണ്ടില്ല. നമുക്ക് ഈ 22ാമത്തെ ക്വസ്റ്റ്യന് ഓറ് തെറ്റാണോ? റൈറ്റ് ദിസ് ഡൗൺ ഓർ യു ഫോർഗെറ്റ് എന്നോ. അവിടെ ഓർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്നുള്ളൊരു മീനിങ് വരുമോ? ഇവിടെ ഇല്ലാത്ത പക്ഷം എന്നുള്ളത് ലെസ്റ്റ് അല്ലേ വരിക? അവിടെ ഓറ് വരൂല കേട്ടോ. ഓക്കെ, ഇപ്പോ യു ഗോ ദർ ഓർ കം ബാക്ക്, അവിടെ ഓർ ഉപയോഗിക്കാം. നീ അവിടേക്ക് പോവുക അല്ലെങ്കിൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. നീ അവിടേക്ക് പോവൂ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരൂ എന്നിട്ട് ഓർ എന്നുള്ളൊരു ചോയ്സ് ആയിട്ട് കൊടുക്കാം. ഇവിടെ ചോയ്സ് അല്ലല്ലോ. ഇവിടെ റൈറ്റ് ദിസ് ഡൗൺ അല്ലാത്ത പക്ഷം എന്നല്ല, ഒരു ചോയ്സ് അല്ലല്ലോ. യു ഫോർഗെറ്റ് ഇല്ലെങ്കിൽ നീ ഫോർഗെറ്റ്. ഇവിടെ ചോയ്സ് അല്ല. ചോയ്സ് ആകുന്ന സമയത്ത് നമുക്ക് ഓർ കൊടുക്കാമായിരുന്നു. അപ്പൊ ഇവിടെ ചേരുന്ന ആൻസർ കൊടുത്തതും ലെസ്റ്റ് ആണ്, അതുപോലെ ചേരുന്ന ആൻസറും ലെസ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഷുഡിന്റെ കുറവ് അവിടെ ഉണ്ട്. ഏതായാലും നോക്കാം. നമുക്ക് ആ ഒരു ചോദ്യം നമുക്ക് വാട്സാപ്പിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്തത് ഐഡന്റിഫൈ ദ കൈൻഡ് ഓഫ് ക്ലോസ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സെന്റൻസസ്. അപ്പൊ ഈ ക്ലോസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ, നൗൺ ക്ലോസ് ആണോ, ആഡ്വർബ് ക്ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കും. നമുക്കറിയാം അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ്. ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെങ്കിൽ അതിന് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നു. പിന്നെ നൗണിന്റെ ഫങ്ഷൻ ചെയ്യുന്ന, ശ്രദ്ധിക്കണേ, നൗണിന്റെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെങ്കിൽ അത് നൗൺ ക്ലോസ് എന്ന് പറയുന്നു. എന്നാൽ അഡ്വർബിന്റെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെങ്കിൽ ആഡ്വർബ് ക്ലോസ് എന്ന് പറയുന്നു. അപ്പൊ നൗണിന്റെ ഫങ്ഷൻ എന്താ? ഇപ്പോ ഒന്നുകിൽ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് നൗണ് വരാറുള്ളത്. ആ സ്ഥാനത്ത് നൗണ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വരികയാണ്, അതിൽ സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ടെങ്കിൽ അതിനെ നൗൺ ക്ലോസ് എന്ന് പറയുന്നു. അതുപോലെ അഡ്ജക്റ്റീവിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടെങ്കിൽ ഓക്കെ. അവിടെ സൗണ്ട് ഒന്ന് നോക്കണേ. The jury believed that the man was guilty. ഇവിടെ ക്ലോസ് ഇതാണ്, that the man was guilty. ഇതെന്താണ്? നൗൺ ക്ലോസ് ആണ്. നൗൺ ക്ലോസ് ആണ്. എന്താ കാരണം എന്ന് വെച്ചാല് the jury believed what എന്നുള്ള ചോദ്യത്തിനാണ് സാധാരണ ഒബ്ജക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടുക. വാട്ട് എന്നുള്ള ചോദ്യത്തിന് അല്ലെ, അല്ലെങ്കിൽ ഹും എന്നുള്ള ചോദ്യത്തിനാണ് ഒബ്ജക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടുക. സാധാരണ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഉണ്ടാവാറുള്ളത് നൗൺ ആണ്. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയതുകൊണ്ട് നൗൺ ക്ലോസ് ആയി. എന്തായി? ദ മാൻ വാസ് ഗിൽറ്റി എന്നുള്ളത് നൗൺ ക്ലോസ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. നൗൺ ക്ലോസ് എന്താണ്, അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണ്, അഡ്വർബ് ക്ലോസ് എന്താണ് എന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, ഞാൻ പറയാം. അതായത് നൗണിന്റെ സ്ഥാനത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നൗൺ ക്ലോസ്. ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ ഒരു വെർബ് വേണം നിർബന്ധമല്ലേ?
ഇനി അഡ്ജക്റ്റീവിന്റെ സ്ഥാനം, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് നൗണിനെ ക്വാളിഫൈ ക്വാളിഫൈ ചെയ്യുന്നത്. ചെയ്യുന്നത്. അപ്പൊ ആ അഡ്ജക്റ്റീവിന്റെ സ്ഥാനത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്, അതിലൊരു വെർബ് ഉണ്ടെങ്കിൽ അതെന്തായി? അഡ്ജക്റ്റീവ് ക്ലോസ് ആയി. ഇനി ഒന്നും കൂടി ആഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താ? Once more, please. അതാണ് ഒന്നും കൂടി പറയാം. നൗണിന്റെ സ്ഥാനത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്, അതിലൊരു വെർബ് ഉണ്ടെങ്കിൽ അത് നൗൺ ക്ലോസ് ആയി. അഡ്ജക്റ്റീവിന്റെ സ്ഥാനത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്, അതിലൊരു വെർബ് ഉണ്ടെങ്കിൽ അത് എന്തായി? അഡ്ജക്റ്റീവ് ക്ലോസ് ആയി. ആഡ്വർബ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ആഡ്വർബിന്റെ സ്ഥാനത്ത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്, അതിലൊരു വെർബ് ഉണ്ടെങ്കിൽ അത് ആഡ്വർബ് ക്ലോസ് ആയി. ഇനി എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് ആഡ്വർബ്? നൗണിന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നാമമാണ്. അത് സബ്ജക്റ്റിന്റെ പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ ഒക്കെ സ്ഥാനത്താണ് വരിക എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അഡ്ജക്റ്റീവ് ക്ലോസിന്റെ ശ്രദ്ധിക്കണം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ്, നാമത്തിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പൊ നാമത്തെ വിശേഷിപ്പിക്കുന്നതാവണം, ഒരു ഗ്രൂപ്പ് ഓഫ് വാക്കുകൾ വേർഡ്സ് ആവണം, അതിലൊരു വെർബും ഉണ്ടാവണം എന്തില്? അഡ്ജക്റ്റീവ് ക്ലോസിൽ. ഇനി ആഡ്വർബ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഒരു നാമത്തെ അല്ലാതെ വേറെ എന്തിനെ വിശേഷിപ്പിക്കാം? അതായത് വെർബിനെ വിശേഷിപ്പിക്കാം, മറ്റൊരു അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കാം, മറ്റൊരു ആഡ്വർബിനെ വിശേഷിപ്പിക്കാം. അതൊക്കെ ആഡ്വർബ് ക്ലോസ് ആണ്. അപ്പൊ അതിന്റെ ആ ആഡ്വർബിന്റെ സ്ഥാനത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വരണം, അതിലൊരു വെർബും വേണം. അങ്ങനെയുള്ളതാണ് ആഡ്വർബ് ക്ലോസ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും താഴെ പറയുന്ന സമയത്ത്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യന് 23ാമത്തെ ക്വസ്റ്റ്യന് ദ ജൂറി ബിലീവ്ഡ് ദാറ്റ് ദ മാൻ വാസ് ഗിൽറ്റി എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ ദ ജൂറി ബിലീവ്ഡ് എന്നതിന് ശേഷം വാട്ട് എന്ന് ചോദിച്ചു നോക്കൂ. അപ്പൊ ശരിക്ക് ഒരു ഒബ്ജക്റ്റിന്റെ സ്ഥാനം നമുക്ക് മനസ്സിലാവണമെങ്കിൽ വെർബിനോട് വാട്ട് എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഒബ്ജക്റ്റിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നൗണിന്റെ സ്ഥാനമാണ്. സബ്ജക്റ്റിന്റെ സ്ഥാനത്തും നൗണാണ് ഉണ്ടാവുക, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തും നൗണാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിലീവ്ഡ് എന്നുള്ള വാക്ക്, അതായത് വെർബ് ബിലീവ്ഡ് എന്നുള്ള വെർബിനോട് വാട്ട് എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. കിട്ടുന്നുണ്ടോ? ദ ജൂറി ബിലീവ്ഡ് വാട്ട്, എന്താ ആൻസർ കിട്ടുന്നത്? എന്താ ആൻസർ? That the man was guilty എന്നല്ലേ? അപ്പൊ അവിടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനല്ലേ? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് സാധാരണ ഉണ്ടാവാറുള്ളത് എന്താ പറയൂ? നൗണാണ്. അപ്പൊ ആ നൗണിന്റെ സ്ഥാനത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇല്ലേ? നോക്ക്, that the man was guilty എന്നുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലേ? അതെ. അതിലൊരു വെർബ് ഇല്ലേ? വാസ് എന്നുള്ള വെർബ് ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് നൗൺ ക്ലോസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, കം വെൻ യു ലൈക്ക്. ഇവിടെ വെൻ യു ലൈക്ക് എന്നുള്ളതാണ് ക്ലോസ്. അത് എന്ത് ക്ലോസ് ആണ്? ആഡ്വർബ് ക്ലോസ്. ആഡ്വർബ് ക്ലോസ് ആണ്. കാരണം കം എന്നുള്ള വെർബിനെയാണ് ഇവിടെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ? കം വെൻ യു ലൈക്ക്. ഇത് ആഡ്വർബ് ക്ലോസ് സ്പെസിഫിക്, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം ആണ്, ടൈമിനെ സൂചിപ്പിക്കുന്ന അല്ലെ? വെൻ എന്നുള്ളത് കൊണ്ട് ആഡ്വർബ് ക്ലോസ് തന്നെ പല തരത്തിലുണ്ട്. അത് ടൈമിനെ സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ പ്ലേസിനെ സൂചിപ്പിക്കുന്നുണ്ട്, അതുപോലെ പിന്നെ ഓക്കെ മാനറിനെ സൂചിപ്പിക്കുന്നുണ്ട്, ഡിഗ്രിയെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള അഡ്വർബ് ക്ലോസ് ഉണ്ട്. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് വെർബിനെയാണോ ക്വാളിഫൈ ചെയ്യുന്നത്? ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, വെൻ യു ലൈക്ക് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ക്വാളിഫൈ ചെയ്യുന്നത് വെർബിനെ ആയതുകൊണ്ട് അത് ആഡ്വർബ് ക്ലോസ് ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഐ നോ ദ ഗേൾ ഹു വൺ ദ പ്രൈസ്. ഇതിൽ ഏതാണ് ക്ലോസ് എന്ന് ആദ്യം പറയണം. Who won the prize? Yes, correct. Who won the prize എന്നുള്ളതാണ് പിന്നെ എന്ത് ഇതിലുള്ള ക്ലോസ്. അതിൽ വെർബ് ഇല്ലേ? വൺ എന്നുള്ളത് വെർബ് അല്ലേ? ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്തിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്? ഐനെയാണോ? ഗേളിനെയാണ്. ഗേളിനെ അല്ലേ? ഗേൾ ഒരു നാമമല്ലേ, നൗൺ അല്ലേ? അപ്പൊ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമ്മൾ എന്താ വിളിക്കുക? Adjective.
active clause. Clear ആയില്ലേ? അടുത്തത് he confessed that he was guilty. ഏതാണ് ഇവിടെ ക്ലോസ് ഏതാണ്? That he was guilty. Okay, correct. That he was guilty. ഒരാള് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ, എല്ലാവരും പറയട്ടോ. That he was guilty എന്നുള്ളതാണ് ഇവിടെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതിൽ വെർബ് ഉണ്ടല്ലോ, വാസ് എന്നുള്ള ഒരു വെർബ് ഇല്ലേ? ഇത് എന്തിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്? ഹീയെ ആണോ കൺഫസ്ഡിനെ ആണോ? ആരെയാണ്? ആരെങ്കിലും പറയൂ. കൺഫസ്ഡ് എന്നുള്ളത് വെർബ് അല്ലേ? he എന്ന നൗണിനെ he എന്ന ഹീനെ അല്ലേ? he confessed that നൗണിനെ അല്ലേ? അല്ലല്ല, ഇങ്ങോട്ട് നോക്കൂ. he confessed what എന്നുള്ളത് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നില്ലേ? അയാൾ കൺഫസ് ചെയ്തു എന്ത്, അല്ലാതെ അയാൾ എന്ത് എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. അയാൾ കൺഫസ് ചെയ്തു എന്ത്. അപ്പൊ ഈ കൺഫസ്ഡ് എന്നുള്ള വാക്കിനെ അല്ലേ, വെർബിനെ അല്ലേ ക്വാളിഫൈ ചെയ്യുന്നത്? അയാളെ സർ ഒരു ഡൗട്ട്, ഇതിന് സിമിലർ പാറ്റേൺ അല്ലേ 23 വന്നത്, 23rd ക്വസ്റ്റ്യൻ വന്നത്? he confessed what എന്നല്ലേ വരിക സർ? he confessed that. അല്ല, he confessed what? Sir, ആ 23rd ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. noun clause അല്ലേ? The jury believed that the man was guilty. ഓക്കെ കറക്റ്റ് ആണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. he confessed that. he confessed what എന്നുള്ളത് കറക്റ്റ് ആണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്ട് എന്നുള്ള ചോദ്യത്തിന് ആൻസർ ആയതുകൊണ്ട് നമുക്കത് നൗൺ ക്ലോസ് ആണ് കേട്ടോ. he confessed what. 23rd ഏതാണ് പറഞ്ഞത്? yes, ബിലീവ്ഡ് വന്നിട്ട് സെയിം ഇത് വരുന്നത്. സർ ഒരു ഡൗട്ട് ഉണ്ട്, നമ്മൾ കൺഫേസ്ഡ് വാട്ട് എന്ന് ചോദിച്ച് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ നോൺ ക്ലോസ് ആക്കിയത്. പക്ഷെ അതേ സമയം ഇവിടെ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത് ആ കൺഫേസ്ഡ് എന്ന വേർഡിനെ അല്ലേ? കൺഫസ്ഡിനെ ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ സർ. എന്താണ് കൺഫെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നില്ലേ? അയാള് ഗിൽറ്റി ആണെന്ന്. അപ്പൊ രണ്ടും അല്ലേ അത്? പക്ഷേ he confessed what എന്നുള്ള സമയത്തെ ആ കൺഫസ്ഡ് എന്നുള്ള ഒരു വാക്കിനെ ക്വാളിഫൈ ചെയ്യുന്നില്ല. അതിനിപ്പോ അങ്ങനെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ വെന്നോ അല്ലെങ്കിൽ വേറെന്നോ അങ്ങനെ ഏതെങ്കിലും ടൈമോ അങ്ങനെയൊക്കെ സൂചിപ്പിക്കണ്ടേ? അപ്പൊ ഉദാഹരണത്തിന് I went to Delhi when I was a child എന്ന് പറയുന്നത്. അവിടെ when I was a child എന്നുള്ളത് ശരിക്ക് went എന്നുള്ള വെർബിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. അത് പറയാം. ഓക്കെ, I went to Delhi when. ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല. വാട്ട് എങ്ങനെ ആലോചിച്ചാൽ മതി. വാട്ട് അല്ലെങ്കിൽ ഹും എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണെങ്കിൽ അത് നൗൺ ക്ലോസ് ആയിരിക്കും അല്ലെങ്കിൽ നൗൺ ആയിരിക്കും. ബാക്കിയുള്ള എന്ത് ചോദ്യങ്ങൾക്കും അത് ആഡ്വർബ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ആഡ്വർബ് ആയിരിക്കും, ആഡ്വർബ് ക്ലോസ് ആയിരിക്കും. സർ ഇപ്പൊ ഇവിടെ ഈ സെയിം ക്വസ്റ്റ്യൻ ഇല്ലേ, ഒരു തോട്ട് വന്നതാണ്. ദാറ്റിനെ മാറ്റി നമ്മൾ സച്ച് ദാറ്റ് എന്ന് പറയുവാണെന്ന് വിചാരിക്കുക. ഹി കൺഫേഴ്സ് സച്ച് ദാറ്റ് ഹി വാസ് ഗിൽറ്റി. അപ്പോ അത് ഏത് ക്ലോസിൽ വരും? സച്ച് ദാറ്റ് അങ്ങനെ പറയോ ഇവിടെ? ആ ഒരു വെർബിനെ ക്വാളിഫൈ ചെയ്ത് പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ക്വാളിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ പിന്നെ ശരിക്കും വെർബിൻ ആഡ്വർബ് ക്ലോസിലേക്കാണ് വരിക. വെർബിനെ ക്വാളിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ വെർബിനെ ക്വാളിഫൈ ചെയ്യാത്തത് കൊണ്ടാണ്, അതായത് വാട്ട് അല്ലെങ്കിൽ ഹും എന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരമായതുകൊണ്ടാണ് അവിടെ നൗൺ ക്ലോസ് ആയത് കേട്ടോ. സർ അത് മാത്രല്ല, ഗിൽറ്റി എന്ന് പറഞ്ഞ വാക്ക് അത് ആക്ച്വലി ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കാണല്ലേ? ഗിൽറ്റി അല്ലേ? അവിടുത്തെ ആ ഗിൽറ്റി എന്നുള്ളത് ഹി എന്നുള്ള അതിൽ തന്നെ ഉള്ള ഹി ഇല്ലേ, അതിനെ ആ ഒരു നൗണിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത കൂടുതൽ മനസ്സിലാവും അടുത്ത വരുമ്പോ. എന്താണ് 26ന്റെ ആൻസർ നൗൺ ക്ലോസ് ആണോ? നൗൺ ക്ലോസ് 26 നൗൺ ക്ലോസ് കറക്റ്റ് ആണ്. 27 I know you have great regard for him. ഇവിടെ ഏതാ ക്ലോസ്? ഏതാ? You have great regard for him.
അവിടെയും വാട്ട് എന്നുള്ള ചോദ്യത്തിനല്ലേ ഉത്തരം നൽകുന്നത്. ഐ നോ വാട്ട്, ഐ നോ വാട്ട് അല്ലേ? അതെ. അപ്പൊ അതെന്നായിരിക്കും? noun clause. noun clause. അടുത്തത് ഡു യു തിങ്ക് ദാറ്റ് ഐ ആം എ ഫൂൾ. ഇവിടെ ഡു യു തിങ്ക് ദാറ്റ് ഐ ആം എ ഫൂൾ എന്നുള്ളതാണ്. ദാറ്റ് ഐ ആം എ ഫൂൾ എന്തായിരിക്കും? noun clause. noun clause, correct. അപ്പോൾ noun clause വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ 29. ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു സീ വെനീസ്. adverbial clause. ഇവിടെ നോക്കണം, ഇതിൽ ഏതാണ് ക്ലോസ് എന്ന് ആദ്യം പറയും. before I no. ബിഫോർ ഐ ഡൈ എന്നുള്ളതാണ് കറക്റ്റ്. ബിഫോർ ഐ ഡൈ എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ ഐ വാണ്ട് ടു സീ വെനീസ് എന്നുള്ളതാണ്. ഐ വാണ്ട് ടു സീ വെനീസ് എന്നുള്ളതാണ് മെയിൻ ക്ലോസ്. അപ്പോൾ ആഡ്വേർബിയൽ ക്ലോസ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ബിഫോർ ഐ ഡൈ എന്നുള്ളതാണ്. ആ ബിഫോർ ഐ ഡൈ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഐ വാണ്ട് ടു സീ അല്ലെ? വാണ്ട് എന്നുള്ള വെർബിനെയാണ് വാണ്ട്. ഐ വാണ്ട് ടു സീ വെൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നതായതുകൊണ്ട് അത് ആഡ്വേർബ് ക്ലോസ് ആയി. നേരത്തെ ഒക്കെ വാട്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരുന്നു. വാട്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വന്നാൽ നൗൺ ക്ലോസ് ആവില്ല. ഞാൻ പറഞ്ഞു വേറെ എന്ത് ചോദ്യത്തിന് ഉത്തരം വന്നാലും വെൻ ആവട്ടെ വേറെ ആവട്ടെ ഇങ്ങനെയുള്ള എന്ത് ചോദ്യത്തിന് ഉത്തരമാണെങ്കിലും അത് ആഡ്വേർബ് ക്ലോസ് ആയിരിക്കും. ഓക്കെ. 30ാമത്തത് ദ ഹാൻഡ് ദാറ്റ് റോക്സ് ദ ക്രാഡിൽ റൂൾസ് ദ വേൾഡ്. ഏതാ ക്ലോസ്? ഏതാണ് clause? rules the world. ഏതാണ്? that ഉണ്ട്. that rocks the cradle. അത് മാത്രം. അപ്പൊ അതെന്താണ്? the hand that rocks the cradle മാറ്റിയിട്ട് rules the world. അല്ല. that rocks the cradle. that rocks the cradle എന്നുള്ളതാണ് അവിടെ ക്ലോസ്. അപ്പൊ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് പിന്നെ എന്തിനാണ്? ഹാൻഡ് എന്നുള്ളത് നൗൺ അല്ലേ? അപ്പൊ അത് എന്ത് ക്ലോസ് ആയിരിക്കും? adjective clause. Yes, correct. 31st. I know a boy whose father serves in the army. ഏതാണ് adjective? ക്ലോസ് ഏതാണ് പറയൂ? whose father serves in the army. അപ്പൊ അത് ഏതിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്? adjective. നൗണിനെ, a boy എന്ന നൗണിനെ. boy എന്നുള്ള നൗണിനെ. അപ്പൊ എന്താണ്? adjective clause. I will not go until he arrives. ഇവിടെ എന്താണ് ക്ലോസ്? എന്താണ് clause? until he arrives. അപ്പൊ അതെന്ത് ക്ലോസ് ആയിരിക്കും? it's an adverb clause. adverb clause. until he arrives എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്വാളിഫൈ ചെയ്യുന്നത്? go എന്നുള്ള വെർബിനെയാണ് അല്ലേ? go എന്നുള്ള വെർബിനെയാണ്. അപ്പൊ വെർബിനെ ക്വാളിഫൈ ചെയ്താൽ adverb clause. 33. The coffee maker that I bought for my wife is expensive. ഇവിടെ നോക്ക്, that I bought for my wife. അതാ എന്തിനെയാണ് ക്വാളിഫൈ ചെയ്തത്? the coffee maker. the coffee maker. അപ്പൊ അത് കോഫി മേക്കർ എന്നുള്ള നൗൺ അല്ലേ? അപ്പൊ അതെന്ത് ക്ലോസ് ആയിരിക്കും? adjective. അടുത്തത് if you give respect you get respect. എന്താണ് ഈ 33 ഒന്നുകൂടെ പറഞ്ഞു. 31st ഇതാ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാ. അല്ല അത് ആൻസർ എന്താ? 33 ആൻസർ എന്തായിരിക്കും നിങ്ങൾ പറയും? ഈ ദാറ്റ് ഐ ബോട്ട് ഫോർ മൈ വൈഫ് എന്നുള്ളത് ക്വാളിഫൈ ചെയ്യുന്നത് എന്തിനെയാണ്? കോഫി മേക്കർ അതിനല്ലേ? കോഫി മേക്കർ നൗൺ അല്ലേ? അപ്പൊ അതെന്തായിരിക്കും? ഏതാ സർ? adjective. adjective clause. അടുത്ത 34. if you give respect you get respect. ഇവിടെ ഏതാണ് ക്ലോസ്? ഏതാ? if you give respect. ഓക്കെ. അപ്പം എന്തിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്? വെർബിനെ.
വെർബ് ഗെറ്റ് എന്നുള്ള വെർബിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് വാട്ട് എന്നുള്ള ഉത്തരമല്ല, വെൻ എന്നുള്ള ഉത്തരാണ്. അല്ലെങ്കിൽ പിന്നെ വെൻ എന്നുള്ള ഒരു ഉത്തരാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ക്ലോസ് ആയിരിക്കും? adverb clause. കറക്റ്റ്. ഇനി നോക്കണം 35. എന്താണ്? ജിം ഡാഷ് ഹിസ് ഗേൾ ഫ്രണ്ട് ഡാഷ് ടു ഡിന്നർ യെസ്റ്റർഡേ. Called off. കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാല് ക്യാൻസൽ എന്നാണ്. Took out. Took out, correct ആണ്. ജിം took his girlfriend out to dinner yesterday. Correct. 36. I dash at 3 in the morning and couldn't get back to sleep again. Woke up. Woke up. Okay. I woke up at 3 in the morning and couldn't get back. 37. The marriage didn't dash, so they were divorced after 2 years. എന്താ നിങ്ങൾ ചെയ്തിട്ടില്ലേ? ചെയ്തു നോക്കിയില്ലേ ഇത്? 37 എന്താ ചെയ്തത്? The marriage didn't work out ആയില്ല, അതുകൊണ്ടല്ലേ ഡൈവോഴ്സ് ചെയ്തത്. അല്ല സർ, അതൊരു ഡൗട്ട് ഉണ്ട്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ അത് പറയും, പക്ഷെ ഇത് ലാംഗ്വേജിൽ അത് ഉപയോഗിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. വർക്ക്ഔട്ട് എന്നുള്ള ഇത് ഫ്രേസൽ വെർബാണ്. വർക്ക്ഔട്ട് എന്ന് പറഞ്ഞാല് അത് ഫങ്ഷൻ ചെയ്യാന്നുള്ള ഒരു മീനിങ് ഉണ്ട് ഒന്ന്. ഓക്കെ, അപ്പൊ ആ ഒരു മീനിങ് ഫങ്ഷൻ ചെയ്തിട്ടില്ല, അതായത് പ്രവർത്തനം ആയിട്ടില്ല, നല്ല രൂപത്തിൽ പോയിട്ടില്ല എന്നുള്ളൊരു മീനിങ്. അപ്പൊ അതുകൊണ്ട് ഡൈവോഴ്സ് ചെയ്തു. ഡൈവോഴ്സ് എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും. 38. Tom dash when he saw that the man had a gun. Backed off. ശരി ഉത്തരത്തിന് ശരിയിടാ, തെറ്റുത്തരത്തിന് തെറ്റിടണേ. സർ, മറ്റേ മാരേജിന്റേത് ജസ്റ്റ് വർക്ക്ഔട്ട് എന്നല്ലേ ഉള്ളൂ, മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ലല്ല, വർക്ക്ഔട്ട് ഡിഡ് വന്നതുണ്ട്. അടുത്തതേ 38 പറഞ്ഞു. 39. By 1910 millions of immigrants had dashed the ocean to the new world. Came across, correct. The teacher had some posters dash in her new classroom. Used up. അല്ല, പോസ്റ്റർ ഒക്കെ തൂക്കുന്നതിന് ഒരു വാക്കുണ്ട്, ഒരു ഫ്രേസൽ വെർബ് ഉണ്ട്, അറിയോ? പോസ്റ്റ് കാർഡ്, ഇതൊക്കെ ഇങ്ങനെ പ്ലക്കാർഡ്, ഇതൊക്കെ ഇത് പതിക്കുന്നതിന് പുട്ടപ്പ് എന്നുള്ളതിന് പല മീനിങ് ഉണ്ട്. ഒന്ന് റേസ് എന്നുള്ള മീനിങ് ഉണ്ട്, ബിൽഡ് എന്നുള്ള മീനിങ് ഉണ്ട്, പോസ്റ്റർ ഒക്കെ ഒട്ടിക്കുന്നതിന് മീനിങ് ഉണ്ട്. അപ്പൊ പുട്ടപ്പ് ആണ് ഇവിടെ ആൻസർ. The game has been dashed because of rain. Called off എന്ന് പറഞ്ഞാൽ ക്യാൻസൽ എന്നാണ് അർത്ഥം. The president asked the members of the cabinet to dash their letters of resignation. Hand in, correct ആണ്. Hand in. അടുത്തത്, the bus driver dash her dash at the corner. put away, Put her away. 43 അല്ലേ? അല്ല, the bus driver let her off at the corner. അതായത് ആ കോർണറിലേക്ക് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ബസ് കയറിയിട്ട് കാണില്ലേ, ബാക്കോട്ടിക്ക് അറിയില്ല നമ്മളോട്. the bus driver let her off at the corner. ഇവിടെ ഡ്രൈവർ ആണ് പറയുന്നത്, കണ്ടക്ടർ അല്ലല്ലോ അല്ലേ? ഏതായാലും വേണ്ടില്ല, അവരെ ചിലപ്പോൾ ബസ് പോകുന്ന സമയത്ത് നീങ്ങി അങ്ങോട്ട്, അതായത് റോഡ് സൈഡിൽ നിന്നേ അങ്ങോട്ട് നിൽക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ള അർത്ഥം. ലെറ്റ് ഹർ ഓഫ് അറ്റ് ദ കോർണർ. സർ, പുട്ട് അവേ എന്നുള്ളത് വരും ഇവിടെ. പുട്ട് അവേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പുട്ട് അവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ
ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള അർത്ഥം. പുട്ടവേ പുട്ടവേ എന്നുള്ള ഒരു വേറൊരു ഇതില് വരുന്നുണ്ട്. സർ അതില് എന്താണ് ടു കിൽ അങ്ങനത്തെ അർത്ഥമുണ്ടോ? ആ കിൽ എന്നുള്ളൊരു മീനിങ്, ഉപേക്ഷിക്കുക, അബാൻഡൻ എന്നുള്ളൊരു മീനിങ്, എന്നുള്ളൊരു മീനിങ്. എന്താ സർ കേട്ടില്ല? അബാൻഡൻ എന്നുള്ളൊരു മീനിങ് ഉണ്ട്, കില്ല് എന്നുള്ളൊരു മീനിങ് ഉണ്ട്, അതുപോലെ പിന്നെ നീക്കി വെക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട് പുട്ടവേ, സേവ് എന്നുള്ളൊരു മീനിങ് ഉണ്ട് പുട്ടവേ എന്ന് സർ പറയുന്നത്. അപ്പൊ അത് ഇതില് ഇവിടെ the bus driver put her away at the corner എന്ന് പറയുമ്പോ കോർണറിൽ കൊന്നു എന്ന് പറയുമോ? ബസ് ഡ്രൈവർ അവളെ കോർണറിൽ കൊന്നു എന്ന് പറയുമോ? അങ്ങനെ പറയില്ലല്ലോ. ആ ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. അബാൻഡൻ എന്നുള്ള മീനിങ് വരികയാണെങ്കിൽ ആ കോർണറിൽ ഉപേക്ഷിച്ചു എന്നോ? അത് അങ്ങനെ വരുമോ? കോർണറിൽ ഉപേക്ഷിച്ചു എന്നുള്ളത്, അതായത് കോർണറിലോട്ട് നീക്കി എന്നുള്ളത് നമ്മൾ പറഞ്ഞപ്പോ ഇവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ ആണ്. മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ അവിടെ, ലെറ്റ് ഹർ ഓഫ് എന്നുള്ള ഒരു മീനിങ്. ലെറ്റ് ഓഫിന്റെ മീനിങ് എന്തായിരുന്നു? ലെറ്റ് ഹർ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എന്താണ് നീക്കി നിർത്തുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. അല്ല സർ, ലെറ്റ് ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ്, ലെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് പോകാൻ അനുവദിക്കുക, വിട്ടയക്കുക എന്നുള്ളത്. ഇപ്പൊ അവിടെ ലീവ് എന്നുള്ളൊരു മീനിങ് ഉണ്ട്. The bus driver left her at the corner. അങ്ങനെയും പറയാലോ. അടുത്തത് a Jane's costume party, everyone has to dash as a clown. എന്താ? ഡ്രസ് അപ്പ് എന്നുള്ള ഒരു മീനിങ് ഇതുണ്ടല്ലോ അല്ലെ. 40 എത്രയാണ്? 44 അല്ലേ? ഡ്രസ് അപ്പ്. 45 I told you to dash your toys before you go out. Put away correct ആണ്. അവിടെ ഇട്ടിട്ട് പോണം അല്ലേ ടോയ്സ്. പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ടോയ്സ് ഇവിടെ ഉപേക്ഷിച്ച് പോണം. ഉപേക്ഷിക്കുക എന്നുള്ളൊരു മീനിങ്. ഹലോ സർ. ഹലോ സർ, അവിടെ പുട്ടവേക്ക് ഏത് മീനിങ്ങാ വരുന്നത്? ഇവിടെ റിമൂവ്, അബാൻഡൻ എന്നുള്ള മീനിങ്. പുട്ടവേ സേവ് എന്നല്ല, അബാൻഡൻ ഉപേക്ഷിക്കുക എന്നുള്ളത്. ഇവിടെ ഇട്ടിട്ട് പോകണമെന്നാണ്. ഇപ്പൊ കുട്ടികളൊക്കെ ടോയ്സ് കൊണ്ട് കളിക്കുകയാണെങ്കിൽ, വേറെ പുറത്തേക്ക് പോവാണെങ്കിൽ ടോയ്സ് കൊണ്ട് പോയത് ഇവിടെ ഇട്ടിട്ട് പോകണം എന്ന് പറയില്ലേ? ആ ഒരു മീനിങ്. 46 I dash all the sugar, so I guess we have to buy some more. Used up correct. Ni correlative conjunction ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 47 I plan to take my vacation dash in June dash in July. ഏതാ correlative? ഏതാണ്? either in June or in July. Correct. 48 dash I am feeling happy dash sad. I try to keep a positive attitude. Whether I am feeling happy or sad. Correct. 47 dash had I taken my shoes off dash I found out we had to leave again. No sooner than. Yes, correct. No sooner had I taken my shoes. അപ്പൊ no sooner വന്നപ്പോ നോക്കൂ, had I എന്നാണ് വന്നത്. ഓക്സിലറി വെർബ് ആദ്യം വന്നു കേട്ടോ. അങ്ങനെയാണ് വരേണ്ടത്. Had I taken my shoes off than. No sooner കൂടെ എപ്പോഴും than ആവും. Okay, hardly when, scarcely when, അതിന്റെ ഒക്കെ കൂടെ when ആണ്. No sooner കൂടെ than ആണ്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കണേ. 50 dash only is dark chocolate delicious dash it can be healthy. Not only but. Not only is dark chocolate delicious but also it can be healthy. Correct. ഇവിടെ ഒരു ഓൾസോ തന്നിട്ടില്ല. ഓൾസോ വേണം, പക്ഷേ ഓൾസോ ഇതിൽ ക്വസ്റ്റ്യനിൽ കൊടുക്കേണ്ടതാണ്, ആൻസറിലല്ല, ക്വസ്റ്റ്യനിൽ ഉണ്ടാവേണ്ടതാണ്. ഓൾസോ കണ്ടിട്ടെങ്കിൽ പെട്ടെന്ന് എഴുതും ചെയ്യല്ലോ. 51 dash I have salad for dinner. I can
can have ice cream for dessert? If I If I have salad for dinner, then I can have ice cream for dessert. 52. Dash flowers, dash trees grow during warm weather. അപ്പൊ ഈ ലാസ്റ്റത്തെ ഈ ഒരു ഹൈഫൺ വേണ്ട കേട്ടോ. dash വേണ്ട. Dash Both and no. dash flowers, dash trees grow during warm and weather. എന്താ? both flowers and trees. 52 അല്ലേ? Both flowers and trees grow during warm weather. 53. Dash we enjoy summer vacation. Dash we dash enjoy winter break. 53. എന്താ? Not only do we enjoy summer vacation, but also we enjoy winter break. Correct. ഹലോ സർ. സർ Yes. സർ 50 സെക്കൻഡില് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിക്കാൻ പറ്റില്ല. Not only but also അല്ലേ? 50 സെക്കൻഡ് 52ാമത്തെ ക്വസ്റ്റ്യൻ. Not only flowers. 50 second both. ഇവിടെ not only കഴിഞ്ഞിട്ട് but also ഇല്ലല്ലോ. ബട്ട് ഇല്ലല്ലോ. നോട്ട് ഓൺലി കഴിഞ്ഞിട്ട് ബട്ട് ഇല്ലല്ലോ. നോട്ടും ബട്ടും അല്ലേ ഉള്ളൂ ഓപ്ഷനിലേ. ഓക്കെ. 53. നോട്ട് ഓൺലി ബട്ട് ഓൾസോ പറഞ്ഞു അല്ലേ? 54. കാൽക്കുലസ് ഈസ് ഡാഷ് ഈസി ഡാഷ് ഡിഫിക്കൽട്ട്. Not easy. Calculus is not easy but difficult. Correct. 55. Is dash going to rain dash snow tonight? either or. Is either going to rain or snow tonight. Correct. 56. Savory flowers are dash sweet dash sour. Savory flower. Savory. Both and. Neither sweet nor sour. Savory flavors എന്ന് വെച്ചാല് എല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതല്ലേ? അപ്പൊ അതിനെ സ്വീറ്റ് ആണെന്നും പറയാൻ പറ്റൂല, അതുപോലെ സോറ് കയ്പാണെന്നും പറയാൻ പറ്റില്ല, മധുരാണെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലേ അത്? അല്ല, രണ്ടും വരും സർ. നമ്മള് രണ്ടും പറയാൻ ല്ലേ? മധുരം, പുളിപ്പ്, എരിവ് എല്ലാം കൂടെ ഒന്നിച്ചു വരിക. ബോത്ത് സ്വീറ്റ് ആൻഡ് സോർ. അപ്പൊ അതിനെ വാദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയുകയൊക്കെ ചെയ്യാം. പക്ഷെ അവർ കൊടുത്ത ഉത്തരം നൈദർ നോറാണ്. അത് രണ്ടും അല്ല എന്നുള്ള രൂപത്തിലാണ് അവർ കൊടുത്തത് കേട്ടോ. നോക്കാം, അടുത്ത് നോക്കൂ. Add the phrase in brackets to the sentence using that or who and a relative clause. Relative clause നമ്മൾ ഉണ്ടാക്കണം. She worked for a man. The man used to be an athlete. അതാ ഇങ്ങനെ പറയാം റിലേറ്റീവ് ക്ലോസ് ആക്കിയിട്ട്. She worked for a man. ഈ the man എന്നുള്ളതിന് പകരം എന്ത് കൊടുത്താൽ മതി? Who used to be an athlete. അങ്ങനെ എഴുതിയവർക്ക് മാത്രമേ മാർക്കുള്ളൂ കേട്ടോ. അടുത്തത് 58. They called a lawyer. ഒരു ഡൗട്ട്. She worked for a man ആണോ the man ആണോ ഇവിടെ ആൻസറിൽ വരിക? She worked for a man who used to be an. അവിടെ സർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് അല്ലേ വരാറുള്ളത്? എന്താണ്? സാധാരണയായിട്ട് ഇതാണല്ലേ വരാറ്? She worked for the man who used to be an athlete. അവിടെ എന്നാണ് വരേണ്ടത്. അല്ല സർ, the man പറയേണ്ടതല്ലേ? അല്ല, ഇവിടെ the man എന്ന് പറയാൻ കാരണം who used to be an athlete എന്നുള്ളത് അയാളെ കുറിച്ച് പിന്നീട് പരാമർശിച്ചല്ലോ. അപ്പൊ അവിടെ എന്നുള്ളതാണ് വരേണ്ടത്. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. the man എന്നാണ് കറക്റ്റ് കേട്ടോ. for a man എന്നുള്ളതിന് പകരം the man. പക്ഷെ ഇവർ കൊടുത്ത ഉത്തരത്തിൽ a man എന്നാണ് ഉള്ളത്. പക്ഷെ നമ്മുടെ ആർട്ടിക്കിളിന്റെ നിയമം ഉപയോഗിച്ചാണെങ്കിൽ the man എന്നാണ് വരേണ്ടത്. 58. They called a lawyer. The lawyer lived nearby.
they called the lawyer who lived nearby. ഇവിടെയും കൊടുത്ത ഉത്തരപ്രകാരം they called a lawyer എന്നാണ് കൊടുത്തത് കേട്ടോ. അടുത്ത 59. I sent an email to my brother who lives in Australia. ഇവിടെ my brother who lives, my brother രണ്ടാമത്തെ my brother ന് പകരം who എന്ന് കൊടുത്താൽ മതി. The customer liked the waitress who was, അവിടെ the waitress എന്ന് കൊടുത്തല്ലോ, ഇത് correct ആണ്. Who was very friendly. ഇവിടെ രണ്ടാമത്തെ waitress ന് പകരം who എന്ന് കൊടുത്താൽ. ഓക്കെ, അതോടുകൂടി നമ്മൾ 60 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ 60 ക്വസ്റ്റ്യൻസ് ആ സർ 56 അത് ആൻസർ 56 ആണ് വേണ്ടേ. സേവറി സേവറി ഇത് നൈദർ സ്വീറ്റ് നോർ സോർ എന്നുള്ളതാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. സർ മറ്റേ ബോത്ത് ആൻഡ് അത് പറ്റില്ലേ സർ? അത് പറ്റലുണ്ടാവില്ല, കാരണം മോസ്റ്റ് സ്യൂട്ടബിൾ എന്നുള്ള ആൻസർ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നൈദർ നോറിനാണ് നമ്മൾ ആൻസർ കൊടുക്കുക. 56 നൈദർ നോർ കൊടുക്കും. സർ ആ പോസ്റ്ററിന്റെ ഇതില് പുട്ടപ്പ് പറഞ്ഞില്ലേ, ആ അത് ഒട്ടിക്കുക എന്നുള്ള അർത്ഥമാണോ വരുന്നത്, അതോ എന്താ അവിടത്തെ? പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ തൂക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ അതാണ്. ഇവിടെ സജ്ജീകരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. പ്രദർശിപ്പിക്കുക, പോസ്റ്റർ പ്രദർശിപ്പിക്കുക, പ്രസന്റ് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. The teacher had some posters put up in her new classroom. ആ അതെ അതെ, പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. സർ 45ാമത്തെ ക്വസ്റ്റ്യനില് I told you to dash your toys, put away. ടേക്ക് ഔട്ട് എന്നുള്ള ഓപ്ഷൻ അല്ല, അങ്ങനെയല്ല, അത് യൂസ് ചെയ്യാൻ പറ്റുമോ? ടേക്ക് ഔട്ട് ടേക്ക് ഔട്ട് ടേക്ക് ഔട്ടോ? അത് പറ്റൂല. ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കയ്യിലുള്ള ടോയ്സ് പുറത്തേക്ക് എടുക്കുമെന്ന് പറയോ? അല്ല, ടോയ്സ് കയ്യിലെടുക്കണം എന്ന് പറയുന്ന ഒരു മീനിങ് പുറത്തേക്ക് പുറത്തേക്ക് പോകുമ്പോ നമ്മൾ ടോയ്സ് കൊണ്ടുപോകില്ലല്ലോ. അത് ലോജിക്കൽ ആയിട്ടുള്ള വ്യത്യാസമേ ഉള്ളൂ. അതായത് നമ്മൾ ടോയ്സ് കുട്ടികളോട് പോരുമ്പോ നമ്മള് ടോയ്സ് ഒക്കെ എടുത്തു വെക്കാനല്ലേ പറയാ, പുറത്തേക്ക് പോകുമ്പോ കൊണ്ടുപോകരുതെന്നല്ലേ പറയാ. അല്ല, നമ്മളിപ്പോ പുറത്തു പോകും അങ്ങനെയല്ല സാർ, ഞാൻ ചോദിച്ച ആൻസർ അതാണ്. അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. അതന്നെ ഞാൻ പറഞ്ഞതേ. അപ്പൊ അവിടെ ആ ഒരു യൂസേജ് വരൂല എന്ന് പറയും. കാരണം I told you to dash your toys before you go out എന്ന് പറയുമ്പോ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആൻസർ ഏതാണ്? ടേക്ക് ഔട്ട് അല്ലേ. ആ ടേക്ക് ഔട്ട് എന്തായാലും വരില്ല. പുറത്തേക്ക് എടുക്കണം എന്നോ പുറത്തേക്ക് എടുക്കണം ആ ഒരു മീനിങ് വരില്ല. വേറെ ഏതെങ്കിലും ഉണ്ടോ ഡൗട്ട്? ഓക്കെ, എന്നാ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പെട്ടെന്ന്. പിന്നെ മൈനസ് മാർക്ക് ഉണ്ട്. മൈനസ് മാർക്ക് എന്നുള്ളത് ലാസ്റ്റത്തെ ആ വൺ വേർഡില്ലേ, അതായത് ഫില്ലിൻ ബ്ലാങ്ക്സ് അല്ലാതെ 57 മുതൽ ചോയ്സ് ഇല്ലല്ലോ, അതിന് മൈനസ് മാർക്ക് ഇല്ല കേട്ടോ. 57 to 60 അതിന് മൈനസ് മാർക്ക് ഇല്ല. ബാക്കിയുള്ളതിനൊക്കെ മൈനസ് മാർക്ക് ഉണ്ട്. Sir, Yes. 54 right, 6 wrong. Calculus is dash easy. Sir, count ചെയ്ത് പറഞ്ഞതാണ് sir. ഏ കൗണ്ട് ചെയ്ത് പറഞ്ഞതാണ്. എത്ര ആൻസർ? എത്ര മാർക്ക്? 54 റൈറ്റ് ഉണ്ട്, 6 റോങ് ഉണ്ട്. അപ്പം 2 മാർക്ക് 2 മാർക്ക് കുറയ്ക്കും. അപ്പൊ 52 മാർക്ക്. അപ്പൊ നിങ്ങള് ഇതിൽ ചെയ്യ്, ഇവിടെ വാട്സപ്പിൽ അയക്കിട്ടോ നമ്മളെ മാർക്ക് പേര്, ശരി ഉത്തരം, തെറ്റുത്തരം, ടോട്ടൽ മാർക്ക് അങ്ങനെ അയക്കും. പേര് അയക്കണമെന്നല്ലേ, പേര് എന്നതിൽ വരുമല്ലോ അല്ലെ.
നല്ല മാർക്കാട്ടോ അത്. എല്ലാരും ആക്കിട്ടോ പെട്ടെന്ന്. സർ ഒരു ഡൗട്ട് ഉണ്ട്. ഏതാണ്? അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. നമ്മുടെ ക്ലാസ്സും എക്സാം ഒക്കെ നടക്കുമ്പോൾ കുറച്ച് കുട്ടികൾ മാത്രമേ പാർട്ടിസിപ്പൻസിൽ കാണുന്നുള്ളൂ. പക്ഷെ ഗ്രൂപ്പിൽ ഒത്തിരി പേരുണ്ടല്ലോ. അവരെന്താ വെച്ചാലേ നമ്മളിപ്പോ ചേരുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കാൻ പറ്റൂല എന്നുള്ളത്. അപ്പം അവർക്ക് പല പ്രശ്നങ്ങളുള്ളത് കൊണ്ടേ അപ്പൊ അങ്ങനെ ചേർന്ന കുട്ടികളാണത്. അപ്പം പക്ഷെ അവര് ഈ നോട്ടുകളും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ട് നോട്ടുകളും ക്ലാസ്സുകളും ഒക്കെ നല്ലോണം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർ ഗൾഫിലുള്ള ആൾക്കാരുണ്ട്, ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്താ വെച്ചാല് ഇങ്ങനെ ഒരു സൗകര്യം അവർ ഉപയോഗപ്പെടുത്താണ്. പക്ഷെ ലൈവ് ക്ലാസ്സിന് അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. എന്നാലും പക്ഷെ ഏറ്റവും നല്ലത് ലൈവ് ക്ലാസ് ആണ്. അപ്പൊ ആ ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ആക്കാം. മറ്റെന്താ വെച്ചാൽ റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തുണ്ടെങ്കിലും ചോദിക്കാൻ പെട്ടെന്ന് ചോദിക്കാൻ കഴിയില്ല. പിന്നെ എപ്പോഴെങ്കിലും വാട്സാപ്പിൽ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ തിരക്കിലാവും. ഇതാവുമ്പോൾ ഈ സമയം മുഴുവനായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്ക് ആകെ ഒരാളെ അയച്ചിട്ടുള്ളൂ. സാർ 55 ശരിയായി, 55 ശരിയായി. എത്ര എണ്ണം തെറ്റി? ബാക്കിയുള്ള 5 ഏ 5 5 തെറ്റി.